ജൂൺ 6, 2022 മുട്ടം കന്യാകുമാരിയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലത്തിന് നടുവിലായിട്ട് ഒരു വലിയൊരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വലിയ ബംഗ്ലാവിൽ 2 സ്ത്രീകൾ മാത്രമാണ് താമസിക്കുന്നത്. പോളിൻ മേരിയുടെ അമ്മയായിട്ടുള്ള തെരസമ്മാളും. ജൂൺ 6, 2022 പതിവ് പോലെ പോളിൻ മേരിയും തെരസമ്മാളും രാത്രിയിലെ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ട് അവരുടെ ഒരു ബന്ധുവിനെ ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇവർ തലേന്ന് സംസാരിച്ച ആ ബന്ധു ഇവരുടെ വീട്ടിലെ ആ ഒരു ലാൻഡ് ഫോണിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് തവണ ഇവർ വിളിച്ചു നോക്കി, പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ലാൻഡ് ഫോൺ അല്ലാതെ ഇവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്കും പല തവണ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. തലേ ദിവസം രാത്രി സംസാരിച്ചതാണല്ലോ, യാതൊരു കുഴപ്പവും തോന്നിയില്ലല്ലോ, എന്താണ് ഇപ്പോൾ ഇത്ര സമയമായിട്ടും ഇവർ എഴുന്നേറ്റില്ലേ എന്നെല്ലാം തന്നെ ചിന്തിച്ചിട്ട് എന്തായാലും വീട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഈ പറയുന്ന ബന്ധു ഏകദേശം ഉച്ചയോടുകൂടി ഇവരുടെ ആ വലിയ ബംഗ്ലാവിലേക്ക് എത്തി. അങ്ങനെ ആ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച, ആ ബംഗ്ലാവിൻ്റെ മുൻവാതിൽ പൂട്ടിയ അവസ്ഥയിലായിരുന്നു. ശരി, ഇനി ആ വീടിൻ്റെ പുറകിലെ വാതിൽ കൂടെ നോക്കാമെന്ന് വിചാരിച്ച് വീടിൻ്റെ പുറകിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. പവർ സ്വിച്ച് ബോർഡ് എല്ലാം തന്നെ ആരോ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു സംശയം തോന്നി. എന്തായാലും ആ വീടിൻ്റെ പുറകു വാതിൽ കൂടെ നോക്കാമെന്ന് വിചാരിച്ച് പുറകു വാതിലിൽ പോയി നോക്കുന്ന സമയത്ത് ആ വാതിലും ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ശേഷം ബംഗ്ലാവിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലെ ലാൻഡ് ലൈനിലേക്ക് വീണ്ടും വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്ന ശബ്ദമെല്ലാം തന്നെ കേൾക്കാം, പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ വീടിൻ്റെ ഉള്ളിൽ എന്തോ കാര്യമായിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ ആ വീടിൻ്റെ വാതിലിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി അവർ ആ ഹാളിൽ തന്നെ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പോളിൻ മേരിയെയാണ് അവരതിനുള്ളിൽ കണ്ടത്. ബംഗ്ലാവിൻ്റെ ഹാളിൽ നിന്നും കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു വഴിക്കായിട്ട് തെരസമ്മാളും രക്തത്താൽ കുളിച്ചു കിടക്കുന്നു. രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ട അവർ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. പോലീസുകാർ വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ആരംഭിച്ചിട്ട് ഏകദേശം 1 മാസം വരെയും പോലീസുകാർക്ക് പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അവസാനം ഒരു മങ്കി ക്യാപ്പ് വെച്ചിട്ടാണ് പോലീസുകാർ ഈ പ്രതിയെ കണ്ടെത്തുന്നത്. പോലീസുകാർ പ്രതിയെ കണ്ടെത്തിയ ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ തന്നെ സ്തംഭിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ കൊലപാതകം നടത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്, പോലീസുകാർ എങ്ങനെയാണ് ഇതുപോലൊരു മങ്കി ക്യാപ്പ് വെച്ചിട്ട് ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കിയത്, നമുക്ക് കൂടുതലായിട്ട് അറിയാം. വെൽക്കം ടു വിഷൻ ലോകം. കന്യാകുമാരിയിലെ മുക്കുവ ഗ്രാമമായ മുട്ടത്തിൽ ജീവിച്ചു വരുന്ന വ്യക്തിയാണ് ആൻഡ്രൂവിൻ്റെ ഭാര്യയാണ് പോളിൻ മേരി. മത്സ്യത്തൊഴിലാളിയായ ആൻഡ്രൂവിന് 2 മക്കളുണ്ട്. 2 ആൺമക്കളാണ്. ഒരാൾ ഈ പറയുന്ന മത്സ്യത്തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ മറ്റൊരു രാജ്യത്താണ്. രണ്ടാമത്തെ മകൻ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുകയാണ് ചെന്നൈയിൽ. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ആൻഡ്രൂവും എപ്പോഴും തിരക്കിലായിരിക്കും. ചിലപ്പോൾ മാത്രമേ അയാൾ വീട്ടിലേക്ക് വരികയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് 47 വയസ്സുള്ള പോളിൻ മേരിയും പോളിൻ മേരിയുടെ അമ്മയായിട്ടുള്ള 87 വയസ്സുള്ള തെരസമ്മാളും ഈ പറയുന്ന വലിയ ബംഗ്ലാവിൽ തനിച്ച് താമസിക്കുന്നത്. അങ്ങനെ ഈ 2 സ്ത്രീകളും ആ വലിയ സ്ഥലത്തിന് നടുവിൽ വലിയ ബംഗ്ലാവിൽ താമസിച്ച് വരുന്ന സമയത്താണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. സംഭവം അറിഞ്ഞ് ക്രൈം സീനിലേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് ടീമിനെയും വിളിച്ചിട്ട് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് വരാനായി പറഞ്ഞു. ശേഷം തുടർന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ കാര്യം, ഈ ഒരു കൊലപാതകം നടത്തിയ വ്യക്തികൾ ആരോ അവർ ആ ദിവസം രാത്രിയോടുകൂടി ഈ പറയുന്ന പവർ സ്വിച്ച് നല്ല രീതിയിൽ തല്ലിപ്പൊളിക്കുന്നു. അത് ഓഫാക്കിയ ശേഷം വീടിൻ്റെ വെളിയിൽ ചെന്ന് ആ ഒരു വാതിൽ തട്ടുകയും ചെയ്തു. വാതിൽ തുറന്ന് പോളിൻ മേരി വെളിയിലേക്ക് വന്ന സമയത്ത് പോളിൻ മേരിയുടെ തലയിൽ പിടിച്ച് നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ചുമരിലേക്ക് ആഞ്ഞ് പല തവണ കുത്തുന്നു. അതിനുശേഷം ആ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അയൺ ബോക്സ് എടുത്ത് പോളിൻ മേരിയുടെ മുഖത്ത് പല തവണ ആഞ്ഞടിക്കുന്നു. അതിനുശേഷം ആ ഒരു അയൺ ബോക്സിൻ്റെ മുനയുള്ള ഭാഗം അവരുടെ വയറിലും നെഞ്ചിലും കഴുത്തിലുമെല്ലാം തന്നെ കുത്തുകയും ചെയ്തു. മരണവേദനയിൽ പോളിൻ മേരി നിലവിളിച്ച് കരയുന്നത് കേട്ട് തെരസമ്മാളും ആ ഒരു ഭാഗത്തേക്ക് വരുന്നു. കൊലയാളി തെരസമ്മാളിനെയും ഈ പറയുന്ന അയൺ ബോക്സ് കൊണ്ട് പലതവണ കുത്തുകയും ഇടിക്കുകയും തല്ലുകയും എല്ലാം തന്നെ ചെയ്ത് അവരെയും കൊലപ്പെടുത്തുന്നു. 2 പേരും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും 2 പേരുടെ കഴുത്തിലുള്ള സ്വർണ്ണമാലയും പൊട്ടിച്ചിട്ട് ഈ പറയുന്ന കൊലയാളി ആ ഒരു ബംഗ്ലാവിൽ നിന്നും പോകുന്നു. പോളിൻ മേരിയുടെ കഴുത്തിലുണ്ടായിരുന്ന 11 പവൻ്റെ മാലയും തെരസമ്മാളിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 5 പവൻ്റെ മാലയുമാണ് അവിടെ നിന്നും നഷ്ടമായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊലയാളി ചെയ്തത് കൊണ്ട് തന്നെ ഇതൊരു മോഷണ ശ്രമമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവർ 2 പേരുടെയും കഴുത്തിൽ ഇതുപോലുള്ള 2 ചെയിൻ മാത്രമല്ല ഉണ്ടായിരുന്നത്. പോളിൻ മേരിയുടെ കയ്യിൽ സ്വർണ്ണ മോതിരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കാതിൽ സ്വർണ്ണ കമ്മൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തെരസമ്മാളുടെയും കയ്യിൽ സ്വർണ്ണ മോതിരവും കാതിൽ സ്വർണ്ണ കമ്മലും ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ ആ വീട്ടിൽ ഏകദേശം 70 പവനോളം സ്വർണം അവരുടെ അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്നു.
ഇതൊന്നും തന്നെ ഈ പറയുന്ന കൊലയാളി മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഒരു ചെറിയ ശ്രമം പോലും നടത്തിയിട്ടില്ല. ആ ബംഗ്ലാവിനുള്ളിൽ മറ്റ് വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്, അവയൊന്നും തന്നെ മോഷണം പോയിട്ടില്ല. കൊലയാളി ആകെ ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന താക്കോലെടുത്ത് ഈ വീടിന്റെ വാതിൽ വെളിയിൽ നിന്നും കുറ്റിയിട്ടിട്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുട്ടം എന്ന് പറയുന്ന ഏരിയയിൽ പൊതുവെ ഒരുപാട് യുവാക്കൾ കഞ്ചാവ് പോലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ അവിടെയുള്ള സ്റ്റേഷനിൽ വന്നിട്ടുമുണ്ട്. ഒരു പക്ഷേ കഞ്ചാവിൻ്റെ ലഹരിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയിലോ ഈ വീട്ടിൽ കയറിയിട്ട് ഇതുപോലൊരു അക്രമം നടത്തിയതാണോ എന്നും പോലീസുകാർ അന്വേഷിച്ചു. ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ കൂടെ പോളിൻ മേരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റൊരു രീതിയിലും അന്വേഷണം തുടർന്നു. അതായത് ഒരുപക്ഷെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന രീതിയിൽ. ഈ രീതിയിലുള്ള അന്വേഷണം നടത്താൻ കാരണം പോളിൻ മേരിക്ക് ആ ഏരിയയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. പോളിൻ മേരി ആ ബംഗ്ലാവിൽ ഒരു തയ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നടത്തി വരുന്നുണ്ട്. അതായത് തയ്യൽ പഠിപ്പിക്കുക എന്ന രീതിയിൽ. അവിടെ തയ്യൽ പഠിക്കാൻ വരുന്ന സ്ത്രീകളെ കഞ്ചാവിന്റെ ലഹരിയിൽ ചില യുവാക്കൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ ഏകദേശം 20 യുവാക്കൾക്കെതിരെ പോളിൻ മേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. സോ പോളിൻ മേരിയോട് അവിടെയുള്ള ചില യുവാക്കൾക്ക് നല്ല ശത്രുതയുണ്ട്. എന്തായാലും ഫോറൻസിക് ടീം കൊലയാളി കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച ആ ഒരു അയൺ ബോക്സിലെ ഫിംഗർ പ്രിന്റ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഫിംഗർ പ്രിന്റുമായിട്ട് പോലീസുകാർക്ക് സംശയം തോന്നുന്ന ഏകദേശം 10-50ഓളം യുവാക്കളുടെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവയൊന്നും തന്നെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഏരിയയിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ ഫിംഗർ പ്രിന്റ് ഈ പറയുന്ന അയൺ ബോക്സിലെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് വിചാരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ അങ്ങനെ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല. ഏകദേശം 15 ദിവസത്തോളം അവരെല്ലാവരെയും പോലീസുകാർ മാറി മാറി ചോദ്യം ചെയ്തു. പക്ഷേ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും പോലീസുകാർക്ക് യാതൊരു തുമ്പും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഇനിയൊരു പക്ഷേ പോളിൻ മേരിയുടെ റിലേറ്റീവ്സ് ആയിരിക്കുമോ ഇതുപോലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക സ്വത്തിന് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ രീതിയിലും അന്വേഷണം ആരംഭിച്ചു. റിലേറ്റീവ്സിനെ എല്ലാം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പലതവണ ചോദ്യം ചെയ്തു. അതുകൂടാതെ അവരുടെ എല്ലാം തന്നെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഈ ഒരു കൃത്യം നടക്കുന്ന ആ ഒരു സമയത്ത് ആരുടെ എല്ലാമാണ് ടവർ ലൊക്കേഷൻ ഈ വീട്ടിനടുത്ത് ഈ ബംഗ്ലാവിനടുത്ത് ആക്റ്റീവ് ആയിരിക്കുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിച്ചു. ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ഏക്കർ കണക്കിന് സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്തിനുള്ളിൽ നിന്നും ഒരു മങ്കി ക്യാപ്പ് പോലീസുകാർക്ക് ലഭിക്കുന്നത്. DSP തങ്കരാമൻ എന്ന പേരിലുള്ള ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന മങ്കി ക്യാപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്തായിട്ട് ഈ കളറുള്ള മങ്കി ക്യാപ്പ് ധരിച്ച് നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കുമോ എന്ന രീതിയിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഏരിയയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഷെയർ ചെയ്യുകയാണ്. ഒരുപക്ഷെ വ്യാപാരികൾ ആരെങ്കിലും ഇതുപോലൊരു മങ്കി ക്യാപ്പ് ഈ അടുത്തായിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന രീതിയിലും ആ ഒരു വീഡിയോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു മങ്കി ക്യാപ്പ് മാത്രമല്ല കേട്ടോ പോലീസുകാർക്ക് തെളിവായിട്ട് ലഭിച്ചത്. മരിച്ചു കിടക്കുന്ന പോളിൻ മേരിയുടെ കൈവശം കുറച്ച് മുടി ഉണ്ടായിരുന്നു. കൊലയാളി പോളിൻ മേരിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്. ഈ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് പോളിൻ മേരി കൊലയാളിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് കൊലയാളിയുടെ മുടിയിഴകൾ പോളിൻ മേരിയുടെ കൈക്കകത്ത് വരുന്നത്. പോളിൻ മേരിയുടെ ചുരുട്ടിപ്പിടിച്ച കൈക്കുള്ളിലെ മുടിയിഴകളുടെ DNA എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോളിൻ മേരി തയ്യൽ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. കന്യാകുമാരിയിലെ മറ്റൊരു മുക്കുവ ഗ്രാമമാണ് കടിയപട്ടണം. ഈ കടിയപട്ടണത്തിലെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അമലസുമൻ. 36 വയസ്സുള്ള അമലസുമൻ. അമലസുമന്റെ വിവാഹം കഴിഞ്ഞതാണെങ്കിൽ കൂടിയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിട്ട് പോയി. സുമന് ആ ഗ്രാമത്തിൽ നിറയെ അവിഹിതങ്ങളുണ്ട്. അത് മാത്രമല്ലാതെ നിരവധി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അമലസുമൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പോളിൻ മേരിയുടെ ബംഗ്ലാവിൽ തയ്യൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ പുറകെയും ഈ അമലസുമൻ നടക്കാനായി തുടങ്ങി. പുറകെ നടന്ന് ഒരുപാട് ശല്യപ്പെടുത്താനായി തുടങ്ങി. എനിക്കിഷ്ടമാണ്, എൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് നിന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടണം എന്നെല്ലാം തന്നെ പറഞ്ഞ് ഇയാൾ ശല്യപ്പെടുത്താനായി തുടങ്ങി. തുടർന്ന് ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഈ പെൺകുട്ടി പോളിൻ മേരിയോട് എല്ലാം തുറന്നു പറഞ്ഞു. അമലസുമൻ എന്ന പേരിലൊരാൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട് എന്നെല്ലാം തന്നെ പോളിൻ മേരിയോട് പറയുകയാണ്. പോളിൻ മേരിയുടെ പൊതുവെയുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇവർ നല്ല രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കും. ഇവർക്കെതിരെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോളിൻ മേരി ചെയ്യും. പൊതുവേ ആ നാട്ടിൽ തൻ്റെ ഇടമുള്ളൊരു സ്ത്രീ എന്ന രീതിയിലാണ് പോളിൻ മേരി അറിയപ്പെട്ടിരുന്നത്. ജൂൺ 1, 2022 അമലസുമൻ തയ്യൽ പഠിക്കാനായിട്ട് പോകുന്ന പെൺകുട്ടിയെ പതിവ് പോലെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പുറകെ വരികയായിരുന്നു. പെട്ടെന്ന് അയാൾക്കിടയിലേക്ക് അയാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോളിൻ മേരി വരികയും നല്ല രീതിയിൽ അയാളെ ചീത്ത പറയുകയും ചെയ്തു. പോളിൻ മേരി അമലസുമനെ ഇതേപോലെ വഴിയിൽ തടഞ്ഞു നിർത്തി ചീത്ത പറയുന്ന ആ ഒരു കാര്യം ഈ പെൺകുട്ടി
ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഷൂട്ട് ചെയ്ത ആ വീഡിയോ കാണിച്ചുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത സമയത്ത് ഈ സ്റ്റുഡൻസ് എല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ പോലീസുകാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആ വീഡിയോയിൽ നോട്ട് ചെയ്യുകയാണ്. കോട്ട് പോലൊരു വസ്ത്രം ധരിച്ചിട്ട് ഡിയോ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഈ കോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു മങ്കി ക്യാപ്പിൻ്റെ പകുതി ഭാഗം കാണാനായിട്ട് പറ്റും വളരെ വ്യക്തമായിട്ട്. പോലീസുകാരുടെ കൈവശമുള്ള അതേ മങ്കി ക്യാപ്പിൻ്റെ കളർ തന്നെയാണ് അയാളുടെ കൈവശമുള്ളതും. അതെ, അവൻ്റെ കൈവശമുള്ള അതേ മങ്കി ക്യാപ്പ് തന്നെയാണ് പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസുകാർ ഈ കേസന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോടെല്ലാം തന്നെ പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ ഇവനും ഉണ്ടായിരുന്നു. അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അവൻ ആരും അറിയാതെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒട്ടും വൈകിക്കാതെ അവനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ നുണയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൻ പോലീസുകാരോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ തെളിവുകളും മുൻനിർത്തിയാണ് പോലീസുകാർ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. തയ്യൽ ക്ലാസ്സിന് പോകുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് പോളിൻ മേരി ഇയാളെ ചീത്ത പറഞ്ഞതും ആ പെൺകുട്ടിയെ ഇയാൾക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ ലഭിക്കാത്തതിൽ കനത്ത ദേഷ്യവും നിരാശയും എല്ലാം തന്നെ പോളിൻ മേരിയോട് ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഉള്ളിൽ ആ ദേഷ്യം ആളിക്കത്തി ഇരിക്കുന്നത് കൊണ്ട് 6-ാം തീയതി രാത്രി പോളിൻ മേരിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവൻ തൻ്റെ മങ്കി ക്യാപ്പും ധരിച്ചിട്ട് ആ ബംഗ്ലാവിലേക്ക് എത്തിയത്. രാത്രിയിൽ ആ ബംഗ്ലാവിന് മുന്നിൽ എത്തിയ അവൻ ആ ബംഗ്ലാവിന്റെ കോളിംഗ് ബെൽ അടിച്ചു. ഒരുപാട് തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും വീട്ടിന് വെളിയിലേക്ക് വന്നില്ല. പ്രതീക്ഷിച്ച ആരും വീട്ടിന് വെളിയിലേക്ക് വന്നില്ല എന്നുള്ള ദേഷ്യത്തിൽ ആ വീടിന്റെ പവർ സ്വിച്ച് അടിച്ച് പൊളിച്ചിട്ട് ആ വീട് പവർ കട്ടിലാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോയി. ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് അവൻ വീണ്ടും ആ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ആ വീടിന്റെ ഉള്ളിലെ ബൾബ് എല്ലാം തന്നെ ഓൺ ആണ്. സോ ആ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ട് എന്ന് അവന് മനസ്സിലായി. എന്തായാലും വീട്ടിനുള്ളിൽ തന്നെ അവരുണ്ട് എന്ന് ഉറപ്പിച്ച അവൻ വീണ്ടും ആ ബംഗ്ലാവിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. ഇത്തവണ പോളിൻ മേരി വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു. അവൻ്റെ അടങ്ങാത്ത ദേഷ്യത്തിൽ അവൻ പോളിൻ മേരിയെ കഴുത്തിൽ പിടിച്ച് നേരെ ആ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ചുമരിൽ പോളിൻ മേരിയുടെ തല പലതവണ ആഞ്ഞ് കുത്താനായി തുടങ്ങി. ഇവനിങ്ങനെ ചെയ്യുന്ന സമയത്ത് പോളിൻ മേരിയും തിരിച്ച് നല്ല രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം പോളിൻ മേരിയുടെ കൈക്കുള്ളിൽ ഇവൻ്റെ തലമുടി വന്നിട്ടുണ്ടാവുക. എന്തായാലും അവർ രണ്ടുപേരും തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടെ അവൻ്റെ കയ്യിൽ അയൺ ബോക്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അയൺ ബോക്സ് കൊണ്ട് പോളിൻ മേരിയുടെ കഴുത്തിലേക്ക് അവൻ പലതവണ ആഞ്ഞു കുത്തി. അതിനുശേഷം നെഞ്ചിലും വയറിലും ഒരുപാട് തവണ കുത്തി. അയൺ ബോക്സാൽ കുത്തുകൊണ്ട പോളിൻ മേരിയുടെ നിലവിളി ശബ്ദം കേട്ട തെരസമ്മാൾ ആ ഒരു ഭാഗത്തേക്ക് വരുന്നു. ഇവൻ തെരസമ്മാളുടെ തലയ്ക്കും ഈ പറയുന്ന അയൺ ബോക്സ് കൊണ്ട് ആഞ്ഞടിക്കുകയും അവരുടെ ശരീരത്തും പലതവണ കുത്തുകയും ചെയ്യുന്നു. തുടർന്ന് രണ്ടുപേരും മരിച്ച് നിലത്ത് വീണ ശേഷം ഇതൊരു മോഷണ ശ്രമമാണ് എന്ന് എല്ലാവരും കരുതാൻ വേണ്ടിയിട്ടാണ് അവൻ രണ്ടുപേരുടെയും കഴുത്തിലുള്ള സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് അവിടെ നിന്നും വെളിയിലേക്ക് പോയത്. തുടർന്ന് ധൃതി പിടിച്ച് ആ ബംഗ്ലാവിൻ്റെ തൊടിയിലൂടെ നടക്കുന്ന സമയത്താണ് അവൻ പോലും അറിയാതെ അവൻ്റെ കയ്യിലുള്ള മങ്കി ക്യാപ്പ് അവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നത്, ആ തൊടിയിലേക്ക് വീഴുന്നത്. അവൻ എടുത്തോണ്ട് പോയ 2 സ്വർണ്ണമാലയില്ലേ, അവൻ അവിഹിതം വെച്ച് പുലർത്തുന്ന 2 സ്ത്രീകൾക്കായിട്ട് ഇത് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ പിന്നീട് അവരിൽ നിന്നും ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിനി പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഓവറാണ് എന്ന് എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് എല്ലാവരും അവരവരുടെ വീട്ടിൽ CCTV സ്ഥാപിക്കണം. അത് മാത്രമല്ലാതെ രാത്രിയിൽ ആരെങ്കിലും കതക് തട്ടുകയാണെങ്കിൽ അത് ആരാണെങ്കിലും ബന്ധുക്കളാണെങ്കിൽ കൂടി നമുക്ക് നാളെ സംസാരിക്കാം എന്ന രീതിയിൽ പറയേണ്ടി വരും. അവർ ചിലപ്പോൾ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ല, പക്ഷെ വേറെ വഴിയില്ല. ഒരുപാട് പണമുള്ള സ്വത്തുക്കളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ. എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വീട്ടിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും എടുക്കുക. ആരെയും പ്രത്യേകിച്ച് വിശ്വസിക്കാതിരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. സോ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ